ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജിയോഗ്രഫിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് ഹിമാലയവും അതിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിമാലയത്തെ ഹിമാലയ പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയാണ് പ്രാദേശിക വിഭജനം നടത്തിയിരിക്കുന്നത്. അവ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തെ ഹിമാലയത്തിൽ നിന്ന് വേർതിരിക്കുന്നത് സിന്ധു കാളി നദികളാണ് ഹിമാലയത്തെ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വേർതിരിക്കുന്നത്. മധ്യ ഹിമാലയത്തെ കാളി ടീസ്ത നദികളും കിഴക്കൻ ഹിമാലയത്തെ ടീസ്ത ബ്രഹ്മപുത്ര നദികളുമാണ് ഹിമാലയത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയം ജമ്മുവിന്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദീ താഴ്വര വരെയുള്ള പ്രദേശമാണ് പടിഞ്ഞാറൻ ഹിമാലയം. ഈ കാളി നദി എന്ന് പറയുന്നത് ഘാഗര നദിയുടെ പോഷക നദിയാണ്. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ പ്രധാനമായും മൂന്നായി വീണ്ടും വിഭജിച്ചിരിക്കുന്നു. അവ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെയാണ്. ഇതിൽ കാശ്മീർ ഹിമാലയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീർ ഹിമാലയം കാറക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പഞ്ചൽ പർവ്വതനിരകൾ കാണപ്പെടുന്ന മേഖലയാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. കാശ്മീർ ഹിമാലയത്തിലെ കാറക്കോറ നിരയിലാണ്. അതുപോലെ സിയാച്ചിൻ, വോൾട്ടാരോ എന്നീ ഹിമാനികൾ കാണപ്പെടുന്നതും കാശ്മീർ ഹിമാലയത്തിലാണ്. സിയാച്ചിൻ ലോകത്തിന്റെ മൂന്നാം ധ്രുവം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന മേഖലയാണ് സിയാച്ചിൻ. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും കഴിഞ്ഞാൽ മൂന്നാം ധ്രുവം എന്ന ഒരു പേര് കൂടി സിയാച്ചിനുണ്ട്. അതുപോലെ ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്ന ഒരു വിശേഷണം കൂടി ഈ സിയാച്ചിനുണ്ട്. പീർപ്പഞ്ചൽ പർവ്വതനിരകൾക്ക് കുറുകെയാണ് ബനിഹാൾ ചുരം. പീർപ്പഞ്ചൽ പർവ്വതനിരകൾക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരമാണ് ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പീർപ്പഞ്ചൽ പർവ്വതനിരകൾക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരം. ധാരാളം ശുദ്ധജല തടാകങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് കാശ്മീർ ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ശുദ്ധജല തടാകമാണ് ദാൽ തടാകം. ഈ ദാൽ തടാകം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഷിക്കാര തോണികൾക്ക് പ്രശസ്തമാണ്. അതുപോലെ ദാൽ തടാക കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം മർഗുകൾ കാണപ്പെടുന്ന മേഖലയാണ് കാശ്മീർ ഹിമാലയം. എന്താണ് മർഗുകൾ? പർവ്വത ചെരിവുകളിൽ വേനൽക്കാല പുൽമേടുകളാണ് മർഗുകൾ. കാശ്മീർ ഹിമാലയ പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ മർഗുകൾ എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട മർഗുകളാണ് സോൺമർഗ്, ഗുൽമർഗ് എന്നിവ. ഇനി ഹിമാചൽ ഹിമാലയം ഹിമാചൽ പ്രദേശ് ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ്. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികളാണ് സിന്ധുവിന്റെ പോഷക നദികളായ ചിനാബ്, രവി, ബിയാസ് എന്നിവ. ഇവിടെ കാണുന്ന പ്രധാന പർവ്വതനിരയാണ് ധൗലാധർ, സൂരജ് താൽ, ചന്ദ്രതാൽ എന്നീ ശുദ്ധജല തടാകങ്ങളും ഇവിടെ കാണപ്പെടുന്നു. പ്രധാനപ്പെട്ട താഴ്വരകളാണ് കുളു, കാംഗ്ര, ലാഹൂർ എന്നിവ. ഷിംല, മണാലി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചൽ ഹിമാലയത്തിലാണ്. അതുപോലെ മണിക്കിരൺ, ഗീർഗംഗ, നുബ്ര താഴ്വര എന്നീ ചൂടുനീരുറവകളും കാണപ്പെടുന്നു. ചൂടുനീരുറവകളെ കുറിച്ച് അറിയാമോ? അതായത് മഴക്കാലത്ത് ഭൂമിക്കടിയിലേക്ക് ആർന്നിറങ്ങുന്ന മഴവെള്ളം പർവ്വത രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭൂമിക്കടിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൂമിക്കടിയിലുള്ള ശിലകൾ ചൂടുപിടിക്കുന്നു. ഈ ശിലകൾ ചൂടുപിടിച്ച് ഈ മഴവെള്ളത്തെ കൂടി ഊർന്നിറങ്ങിയ മഴവെള്ളത്തെ കൂടി ചൂടുപിടിപ്പിക്കുകയും ഈ മഴവെള്ളം പതിയെ മുകളിലേക്ക് ചൂടുള്ള നീരുറവയായി ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നതാണ് ചൂടുനീരുറവകൾ. ഈ മണിക്കിരൺ എന്ന ചൂടുനീരുറവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങളുണ്ട്, ബരാലാച്ചാല, റോഹ്താങ്. ഇതിൽ ബരാലാച്ചാല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. അതുപോലെ റോഹ്താങ് ചുരം കുളുവിനെ ലാഹോർ, സ്പിതി എന്നീ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ബരാലാച്ചാല, റോഹ്താങ് ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയം സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള പ്രദേശമാണ്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും ഇതിന്റെ കിഴക്കൻ ഭാഗം കുമവോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു.
പ്രധാനപ്പെട്ട കൊടുമുടികളാണ് നന്ദാദേവി, കാമെറ്റ്, ബദരിനാഥ്, കേദാർനാഥ് എന്നിവ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഗംഗ, യമുന. ഗംഗയുടെയും യമുനയുടെയും പ്രഭവ കേന്ദ്രമായ ഗംഗോത്രി, യമുനോത്രി എന്നീ ഹിമാനികൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. അതുപോലെ നൈനിതാൽ, ഭീംതാൽ എന്നീ ശുദ്ധജല തടാകങ്ങളും ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പ്രത്യേകതയാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾക്ക് ബുഗ്യാൽ എന്നാണ് പറയുക. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാലുകൾ. പ്രധാനപ്പെട്ട ബുഗ്യാലുകളാണ് ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ എന്നിവ. അതുപോലെ ഡെറാഡൂൺ പോലുള്ള ഡൂണുകൾ കാണപ്പെടുന്ന മേഖലയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇത്രയാണ് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തുടർന്ന് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും ബൈ.